കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ഹേറ്റ് സ്പീച്ചിന് പാത്രമായ ഒരു ആങ്കറിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. രജനീഷ് എന്ന ആങ്കറിന്റെ പല ഇന്റർവ്യൂകളും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. അതാണ് പറയാൻ പോകുന്നത്. രജനീഷ് എന്നൊരു അവതാരകൻ, ഒരു അവതാരകൻ എന്ന നിലയിൽ സ്ത്രീകളോടുള്ള ഒരു ഇന്റർവ്യൂ ഒരു 5 മിനിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്മറൈസിങ് ഫീലിംഗ് കിട്ടും. യോധയിലെ ജഗദീനെയൊക്കെ പോലെ കളി പഠിച്ചു വന്നവന്റെ ഒരു തരം ആത്മവിശ്വാസം. ഒരു സ്ത്രീയുടെ മനോവിചാരങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലെ അവരുടെ തൊഴിൽ ആദ്യമായ നിമിഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവര് പോലും അറിയാത്ത അവരിലെ ആ പ്രതിഭയെ അവർക്ക് മുന്നിലേക്ക് നിറഞ്ഞ ചിരിയോടെയും കുസൃതിയോടെയും ശൃംഗാരത്തോടെയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഇരുനിറമുള്ള കണ്ണിൽ പ്രണയം ഒളിപ്പിച്ച സ്നേഹം സ്ഫുരിപ്പിച്ച ആ സ്വീറ്റ് റാസ്കൽ. അയാളുടെ ഹോംവർക്ക് ശരിക്കും അഭിനന്ദനീയം തന്നെയാണ്. സ്ത്രീ സങ്കല്പങ്ങളിലെ ആ കെയറിങ് ലവിങ് പുരുഷന്റെ പൂർണ്ണത പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ചേർന്ന് നിന്നുള്ളൊരു സെൽഫി, ആരാധന മൂത്ത് മിസ്റ്റർ ക്ലീൻ പരിവേഷം ചാർത്തപ്പെട്ട ആ റൊമാൻറ്റിക് ഇന്റർവ്യൂ സിനിമ. യഥാർത്ഥത്തിൽ അയാൾ ജീവിതത്തിൽ ഇതിന്റെയൊക്കെ നേരെ വിപരീതമായിരിക്കാം. തൊഴിലിന്റെ നിലനിൽപ്പിന് അയാൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു ശൈലിയായിരിക്കാം. സൗമ്യ മാധുര്യ ലക്ഷണോത്തമനായ ഒരു നല്ലവനായ ഉണ്ണിയുടെ. ഇത്രയൊക്കെ പറഞ്ഞത് ഞാൻ എന്റെ സ്വന്തം വാക്കുകളല്ല, ചില പോസ്റ്റുകളാണ് പറഞ്ഞത്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും മാന്യമായിട്ടുള്ള വിമർശനമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള വിമർശനമാണ്. ഇതിപ്പോ നടന്നിട്ട് കുറെ നാളുകളായി. വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഈ ഒരു സമയം വരെ എത്തി നിന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ അനാവശ്യമായി ആക്രമിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് രജനീഷ് എന്ന് എനിക്ക് പലപ്പോഴും പല വീഡിയോകൾ കൊണ്ടും തോന്നിയിട്ടുണ്ട്. എല്ലാ വീഡിയോകളും മുടങ്ങാതെ സ്ഥിരമായിട്ട് കാണാറില്ലെങ്കിലും ചില വീഡിയോകളൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ പഠിച്ചു ചെയ്യുന്നു, ഒരുപാട് ബഹുമാനപൂർവ്വം സംസാരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് ഫീലിനെ മാനിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. കാരണം ഇന്നത്തെ കാലത്തെ മറ്റു ഇന്റർവ്യൂകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവതാരകനിൽ നിന്നും മാന്യമായ ഒരു സംസാര രീതി പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എത്ര വലിയ വ്യക്തിയായാലും നമുക്ക് ഹോട്ട് ന്യൂസ് കിട്ടണമെന്നും നമ്മുടെ ഇന്റർവ്യൂ ഹിറ്റ് ആവണമെന്നും കൂടുതൽ വ്യൂസ് കിട്ടണം എന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവതാരകനിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇതിൽ നിന്നും തീർച്ചയായും രജനീഷ് എന്ന വ്യക്തി വിഭിന്നമാണ്. വ്യക്തികളെയും വിഷയങ്ങളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തി പഠിച്ചിട്ട് സന്ദർഭോചിതമായി മാത്രമാണ് സംസാരിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. എന്നെ പോലെ തന്നെ സ്ത്രീകളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത്. സ്ത്രീകളുമായിട്ടുള്ള ഇന്റർവ്യൂകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആള് കൂടുതൽ ഇമോഷണലി വൾണറബിൾ ആവാനായിട്ട് കാണാം. സന്തോഷമോ ദുഃഖമോ ഒക്കെ സോക്കോൾഡ് പുരുഷ സങ്കല്പത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലേഡീസിനോട് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് കൂടുതൽ ഇഷ്ടം തോന്നും സ്ത്രീകൾക്ക്. അതെന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. ഇമോഷണലി അവൈലബിൾ ആകുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ അവതാരകരായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിൽ ഗുണങ്ങളൊക്കെ കാണുന്ന അവതാരകൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നാം, സ്വാഭാവികം. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടുവന്ന ഒരു ആവശ്യമില്ലാത്ത ഹെയ്റ്റ് ചില സമയത്തെങ്കിലും കൂടിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം അർഹിക്കുന്നതല്ല അത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അസൂയയാണ് ഇത്തരത്തിലുള്ള ചില അദ്ദേഹത്തിന്റെ വിളിപ്പേരുകൾക്ക് കാരണമെന്നും തോന്നിയിട്ടുണ്ട്. ഗുൽമോഹർ, ഞരമ്പൻ, ഫേക്ക് നന്മമരം, പാവാട, അതിവിനയൻ എന്നീ പേരുകളൊക്കെയാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ആങ്കറിംഗ് സ്റ്റൈൽ ഉണ്ടാവും. പ്രശസ്തരായ പല ആങ്കേഴ്സിനെയും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറയുന്നത് ഒരാളെ നമ്മളെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ആരും അങ്ങനെ വിമർശനത്തിന് അതീതരുമല്ല. പക്ഷെ വിമർശിക്കുമ്പോൾ കൃത്യമായ ഒരു കാരണം വേണമല്ലോ. ചില പേരുകളൊക്കെ നമ്മളിങ്ങനെ ചാർത്തി കൊടുക്കുമ്പോൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയാണ് പല ആൾക്കാരും ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ മോശമാക്കിക്കൊണ്ടാണ് പലരും അത് വിമർശിക്കുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപൂർവ്വം നമുക്ക് വിമർശിക്കാം. അത് ഭയങ്കര ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള വിമർശനം എന്ന് പറയുന്നത് അത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് ഒരുമാതിരി എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇവനൊക്കെ നാളെ മീറ്റു ആരോപണമായിട്ട് വരും എന്ന രീതിയിലൊക്കെയാണ് ചിലർ കമന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഫേക്ക് അല്ലാത്തതും അതുപോലെ സ്ത്രീപക്ഷം ചേർന്ന് സംസാരിക്കുന്നവരെയൊക്കെ പൊതുവെ നമുക്ക് പാവാട എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പൊതുവായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു പേര്. അതൊക്കെ ചേർന്നിട്ടുള്ള കമന്റുകളാണ് ഇദ്ദേഹത്തിനെ വിളിച്ചു കേട്ടിട്ടുള്ളത്. അതായത് ഇങ്ങനെ പറയുന്ന പുരുഷന്മാരുടേതായാലും ചില സ്ത്രീകളുടേതായാലും ചിന്താഗതി എന്നൊക്കെ പറയുന്നത് സ്ത്രീകളോട് മാന്യമായി സംസാരിക്കുന്നവൻ എന്തോ കുഴപ്പക്കാരനാണ് എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നാളെ ഇവൻ സ്ത്രീകളുടെ അടുത്ത് കളി ചോദിക്കുക അല്ലെങ്കിൽ സെക്സ് ചോദിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മാനസിക സ്ഥിതി എന്നുള്ളത്. ഇങ്ങനെ കേറേട്ടൻ കളിക്കുന്നവരുടെ മാനസിക സ്ഥിതി അപ്പോൾ എന്തായിരിക്കും എന്ന് ഊഹിച്ചു നോക്കിയ. അപ്പൊ ഇങ്ങനെയൊക്കെ കേറേട്ടൻ കളിക്കുന്നവരുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും എന്ന് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ.